നിജേഷ്, പ്ലാൻ ബി വർക്കൗട്ട് ആകുമോ? നിങ്ങളുടെ ആത്മവിശ്വാസം എങ്ങനെയാ? പ്രഖ്യാപിക്കപ്പെട്ട ആൾ മത്സരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ജനവികാരം അത് പൂർണ്ണമായി അങ്ങ് ഇല്ലാതായി പോകുമെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് വസീഫ് തെറ്റിദ്ധരിച്ചാൽ ഡിസംബർ മാസം 13-ന് 12:30 നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. കോഴിക്കോടിൻ്റെ മനസ്സ് പ്രതിഷേധത്തിലാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷക്കാലവും നിരന്തര സമരങ്ങളായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്. കോഴിക്കോടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കോഴിക്കോട് പാളയം മാർക്കറ്റ് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് എടുത്ത് കല്ലുത്താൻ കടവിലെ സൗകര്യമില്ലാത്തിടത്തേക്ക് മാറ്റി. അതാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ കോഴിക്കോടിൻ്റെ ചിരപുരാതന നഗരിയായ പാളയത്ത് പ്രതിഷേധം കത്തി നിൽക്കുന്നു. ആവിക്കൽ തോടിലും കോതിയിലും കോർപ്പറേഷൻ കാണിച്ച ഒരു മാലിന്യ പ്ലാന്റിൻ്റെ പേരിൽ നിരന്തരമായി കാണിച്ച ജനങ്ങളെ തല്ലിച്ചതയ്ക്കൽ, ജനങ്ങളെ ജയിലിലടയ്ക്കൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. CPM മാത്രം അറിയുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങളുടെ മനസ്സിലെ പ്രതിഷേധമായി വലിയ തോതിൽ കത്തിക്കാളുമ്പോൾ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരാൾ പ്രഖ്യാപിച്ച ആൾ ഇല്ലാതായി പോയി, അതുകൊണ്ട് പ്രതിപക്ഷമില്ല എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ ബോധമുള്ള കോഴിക്കോട് അങ്ങനെയല്ല പ്രതികരിക്കുക. നമ്മൾക്ക് കാണാം എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. ശരി.